ചില ദിവസങ്ങൾ വളരെ താമസിച്ചായിരിക്കും പോവുക. ചില ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തീരും. അങ്ങനെ വളരെ പെട്ടെന്ന് തീർന്നൊരു ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങളുടെ വീട്ടിലെ ഹീറ്റിംഗ് ഓയിൽ തീർന്നിരിക്കുകയാണ്. കണ്ടില്ലേ? അത് കാണിക്കുന്ന മോണിറ്ററാണ്. അപ്പം രാവിലെ തന്നെ ടിന്നിസ് ഓയിലിൽ നമ്മൾ വിളിച്ചു പറഞ്ഞ് അവർ വന്ന് ഓയിൽ റീഫിൽ ചെയ്തിട്ട് പോവുകയാണ്. ഞാൻ ഈ വീഡിയോ എടുത്തതേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ഇത്രയും വലിയൊരു വണ്ടി ആ ഒരു ഗേറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കയറ്റിയിട്ട് അവർ തിരിച്ച് ഇറക്കിക്കൊണ്ട് പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെയും തട്ടാതെ അതൊരു ഡ്രൈവിംഗ് സ്കില്ല് ഭയങ്കരമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. കൊള്ളാം അല്ലേ? കണ്ടോ? ഓയിൽ അടിച്ചതിന് ശേഷം ആ മോണിറ്ററിലെ ലെവൽ കൂടിയേക്കുന്നത് കണ്ടോ? ഓക്കെ, ഇനി നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാവേ. കുറച്ച് നേരം ഇങ്ങനെ സീറ്റിലിരുന്ന് കഴിയുമ്പോഴത്തേനും ആൾക്ക് ബോറടിച്ച് തുടങ്ങും. അപ്പോഴേക്കും ഞങ്ങൾ ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമായപ്പോൾ അച്ഛൻ അവനെ എടുത്തുകൊണ്ട് പോയി. അത്രയെങ്കിലും ഒന്ന് മാറി നിൽക്കുമല്ലോ, ആ സീറ്റിൽ നിന്ന് എണീക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞത് തിരിച്ച് വരുന്നുണ്ട്. ഹലോ, എവിടെയാ പോയേ? എവിടെയാ പോയെ? ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോണ്ടേ? ബെൽറ്റ് ഒക്കെ ഇടണം. നമുക്ക് പോണ്ടേ? എവിടെയാ പോന്നെ പൊന്നെ? എവിടെയാ പോകുന്നേ പൊന്നെ? അപ്പം നമ്മൾ ആദ്യം കയറുന്ന TK Maxx എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ്. എനിക്ക് TK Maxxൽ ഈ ഒരു സെക്ഷനിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തിനാണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എൻ്റെ കുഞ്ഞിലെ സമയത്ത് ഞാൻ ഇതുപോലെ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഇതെങ്ങനെ അറിയുന്നത്? ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ ഇന്ന സാധനം ഇടണം, ഓരോ പ്രൊഡക്ട്സ് എപ്പോൾ ഉപയോഗിക്കണം എന്നൊക്കെ കാണാനും എന്താ പറയുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ ആ ഒരു ഓർമ്മയും അതൊക്കെ ആയിരിക്കാം ഈ ഒരു സെക്ഷനിലെത്തുമ്പം എനിക്കെന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരാറുണ്ട്. ഞാനതൊക്കെ ഇങ്ങനെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ ചില സമയങ്ങളിൽ അവർ ഒരുപാട് ഓഫറൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല സിൽക്കിൻ്റെ ബോണറ്റാണ്, നല്ലതാണ് ഹെയറിലൊക്കെ വെക്കാനായിട്ട്, തലയിൽ കെട്ടാനായിട്ട്. ഇത് കണ്ടോ സോപ്പിൻ്റെ സെക്ഷനാണ്. ബാറായിട്ട് വരുന്ന സോപ്പുകളൊക്കെ ഇവിടെയാണ് അവർ വയ്ക്കുന്നത്. ഇവിടെ നല്ല മണമുള്ള സോപ്പുകൾ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ തപ്പി നോക്കാറുണ്ട്. ചിലത് ഞാൻ വാങ്ങിച്ചിട്ടുമുണ്ട്. നല്ല സോപ്പുകൾ ഇവിടെ കിട്ടും. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹാൻഡ് മെയ്ഡ് അല്ല, ഹോം മെയ്ഡായിട്ട്. ഇതിൽ കുറേ ഹോം മെയ്ഡ് സോപ്പ് ഉണ്ട് കേട്ടോ. അതാണ് അവർ കൂടുതൽ ടൈം എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പാക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സോപ്പുകളൊക്കെ ഹോം മെയ്ഡാണ്. ഞാൻ ഈ ഒരു സെക്ഷനിൽ എപ്പോഴും വന്ന് നോക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്സ് കൂടുതലും ഈ ഒരു സെക്ഷനിലാണ് ഉണ്ടാവുക. ഞാൻ കൂടുതലും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തിനാണ് പ്ലെയിൻ ടോപ്സ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് ഇങ്ങനെ ടോപ്സ് ഇടാറുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിന് വേറൊരു ലുക്ക് തന്നെ വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സെക്ഷനിൽ വന്ന് തപ്പുന്നത്. വേറെ സെക്ഷനിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നല്ല അടിപൊളി നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഡ്രസ്സുകൾ അപ്പുറത്തെ സെക്ഷനിലും ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഏത് ഷോപ്പിൽ കയറിയാലും ഞാൻ കോഫി മഗ്സ് ഉള്ള സെക്ഷനിൽ പോകും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി കപ്സ്. ഇതും ഉണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. Pussy'an ada tu. Kan ada pussy'an tu. Hey, it's okay.
അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അച്ഛനെ വെയിറ്റ് ചെയ്തിട്ട്. ഇത് കണ്ടോ എൻ്റെ ടോപ്പിൽ ഞാൻ ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?